ഹലോ കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും ഫാമിലിക്ക് സ്വാഗതം. എന്ത് ഭയങ്കര ഗൗരവത്തിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം അപ്പോൾ സീരിയസ് ഓ ആയിട്ടിരിക്കും. അങ്ങനെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ഷോർട്ട് ഫിലിം എന്തായാലും അപ്ലോഡ് ആവുന്നുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. 4 മണി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം തന്നെ 4 മണിയായി. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അപ്ലോഡ് ആവും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കേരള ബ്രദേഴ്സിൽ കേട്ടോ. ഉറക്കം വരുന്ന പോയി വിളിച്ചോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉച്ചയ്ക്കൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചില ദിവസങ്ങൾ ഉച്ചയ്ക്ക് കിടക്കുന്ന ശീലമുണ്ട്. ചില ദിവസം കിടന്നാലൊന്നും ഉറക്കം വരത്തില്ല, ഈ അസുഖത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും. പിന്നെ പലരും ഇങ്ങനെ ചോദിച്ചു, നീരാണോ ദേഹത്തും മുഖത്തൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് തടിച്ചത് ഉണക്കിരിക്കുന്നില്ല, നേരത്തെ ഉണക്കല്ല, ഒത്തിരി ഇത് വന്നത്. സത്യം പറഞ്ഞാൽ വണ്ണം വെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എന്നാൽ പക്ഷെ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല. നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഫുഡ് അതല്ല, ഏജ് ആകുന്നതനുസരിച്ച് നമ്മുടെ ഓരോരുത്തരിലും ബോഡിയിൽ ഏജ് ആകുന്നതനുസരിച്ച് അങ്ങനെ 30 മേളിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ പ്രഷർ ഇപ്പോഴത്തെ ജനറേഷനിൽ കേട്ടോ, പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് വന്ന സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. എനിക്ക് ഇപ്പൊ ഷുഗർ ലോ ആയിട്ടുണ്ട്. ഷുഗർ ഓൾറെഡി എനിക്ക് ലോ ആണ്. പിന്നെ അതുപോലെ തന്നെ BP എൻ്റെ എപ്പോഴും ലോ ആണ്. പക്ഷെ ഈ പ്രാവശ്യം മാത്രം ഒരു ഡിസംബർ തൊട്ട് എൻ്റെ BP മാത്രം കുറച്ച് ഹൈ ആയി നിൽക്കുന്നത്. എന്താ സംഗതി എന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ ചോറൊന്നും അങ്ങനെ ഉപ്പിട്ടുള്ള ചോറൊന്നും അല്ല കഴിക്കുന്നത്. അതുപോലെ തന്നെ ചോറ് ഉപ്പൊക്കെ ഞങ്ങളിപ്പം കുറച്ച്. പിന്നെ പലരും അന്ന് ചോദിച്ചായിരുന്നു, ചോറിന് ഞങ്ങളൊരു ഉപ്പ് ഇടാറില്ല, നിങ്ങൾ ഇടാറുണ്ടോന്ന്. ഓരോയിടത്തും ഓരോ രീതിയിലായിരിക്കും ഓരോന്നും ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടെ ഉപ്പിട്ടാണ് ചോറ് വാർക്കുന്നത്. ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് ഞാനും ഇവിടെ ചോറിൽ ഉപ്പുന്ന കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ അവിടെയും നമ്മൾ ചോറുണ്ണാൻ നേരത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കഴിക്കും, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ വെച്ചാൽ ഓരോ രീതിയിലാണ്. ചോറ് തിളച്ച് ഫസ്റ്റ് തിള കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കില്ല. ഫസ്റ്റ് തിള കഴിഞ്ഞ് വെള്ളം ഒഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പിടും. ഇവിടെ അങ്ങനെയാണ്, ഉപ്പിട്ടിട്ട് നമ്മൾ വടിച്ച് എടുക്കുന്നത്. ഞങ്ങൾ ചോറ് വാർത്തിടുക എന്ന് പറയുന്നത്, ഇവര് നമ്മൾ വാർത്തിടുക എന്ന് പറയും. അല്ല, ചോറ് അടച്ചിടുക എന്ന് പറയും. ചോറ് അടച്ചിടുക, ചോറ്റിന് തീ കത്തിച്ച് ചോറ്റ അടച്ചിട്ട് അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പോൾ ടോപ്പിക്കൊന്നുമല്ല, ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളാണെങ്കിൽ ഇപ്പം അങ്ങനെ ഉപ്പിടാതെ ചോറ് കഴിക്കുന്ന BP ഒക്കെ എനിക്കിപ്പം ഇത്തിരി ഹൈ ആയി നിൽക്കുന്നുണ്ട്. പിന്നെ നോക്കില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷുഗർ ആണെങ്കിൽ ഭയങ്കര ലോ ഒക്കെ ആയിരുന്നു. പുള്ളിക്കാരിക്ക് ഷുഗർ ആണെങ്കിൽ 69, അതുപോലെ തന്നെ ESR 98. പിന്നെ HP ആണെങ്കിൽ ഒത്തിരി ഒന്നും കുറവില്ല കേട്ടോ, ശകലം കുറവേ ഉള്ളൂ, ഒരു 8 ഉള്ളൂ, അത്രേ ഉള്ളൂ, 8. ഇത് ഫുഡൊന്നും തീരെ കഴിക്കുന്നില്ല. ഇപ്പോൾ ഡോക്ടർ ഇപ്പം എല്ലാവരും ആയിരിക്കുന്ന ഭാഗ്യത്തിന് ഞാനാണ് കേൾക്കുന്നത്, അത്രേ ഉള്ളൂ. സെയ്ദ് ഡോക്ടർ എന്നെയാണ് പറയുന്നത്, അനൂപ് ഡോക്ടർ എന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഡോക്ടറുടെ പേര് എന്നാ, അജേഷ് എന്നോ എന്തോ അങ്ങനെ എന്തോ ഒരു പേരാണ്. നല്ല ചൂട്. പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തു, പുള്ളിക്കാരി അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരിക്ക് ഇട്ടങ്ങ് പണി കൊടുത്തു. അപ്പം പിന്നെ പുള്ളിക്കാരിക്ക് കുറേ കിട്ടി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം പിന്നെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറയാൻ വന്ന ടോപ്പിക്ക് സംഗതി മാറി അങ്ങോട്ട് പോയി ഇരിച്ചിരിയൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചു. സംഗതി എന്ന് വെച്ചാൽ പല ആൾക്കാരുടെയും കമൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പല്ലിൻ്റെ കാര്യത്തിൽ. അതായത് നമുക്കിപ്പം ജന്മന ഓരോ രീതിയിൽ നമുക്ക് ഓരോന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മളത് മാറ്റാൻ ശ്രമിക്കുന്നതൊക്കെ ഭയങ്കര വലിയൊരു ഇതാണ്. പിന്നെ ചിലരുടെയൊക്കെ ശരീരത്തിന് അഭംഗിയായിട്ടൊക്കെ തോന്നുന്ന സ്വഭാവങ്ങൾ നമ്മൾ മാറ്റും എന്നുള്ളതൊക്കെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ചോദിക്കുക, ഹെയർ എന്തിനാ ചെയ്തത്? ഹെയർ ഇതുപോലെ ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടിട്ട് സത്യം പറഞ്ഞ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഹെയർ ഒക്കെ സ്ട്രൈറ്റ് ചെയ്യുന്നു വിചാരിച്ച ഒരാളല്ല. പെട്ടെന്നൊരു നിമിഷം ഞാൻ ഇന്ന് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, കടയിൽ ചെന്ന് കയറിയപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. അല്ല, സംഗതി എന്ന് വെച്ചാലേ, നമ്മൾ ഡോറയുടെ വീഡിയോ എപ്പോൾ ഇട്ടാലും നമ്മൾ എത്ര എണ്ണ തേച്ച് ഒതുക്കാൻ ശ്രമിച്ചാലും ഡോറയുടെ ഹെയർ എന്ന് വെച്ചാൽ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ പിച്ചി പറിച്ച് ഉണക്കിയിരിക്കും. ആ ഹെയർ ഒക്കെ ഇപ്പോൾ സ്ട്രൈറ്റ് ചെയ്തപ്പോൾ അതാണ്ട് ഇങ്ങനെ ഇരിക്കും, ഇത്രയായി. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഡോറേനെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചു. എനിക്കത് കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ 2-3 വീഡിയോ അടുപ്പിച്ചിട്ടപ്പോൾ ഇച്ചാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തോ പറ്റി തന്നെത്താനെ വീഡിയോ ഒക്കെ എടുത്ത് തേരെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, ഇപ്പം മുടി അങ്ങനെ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പുള്ളിക്കാരിക്ക് നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനെ മുടി ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ ഇങ്ങനെ മുടി ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ജസ്റ്റ് ഇങ്ങോട്ട് എത്തിയില്ലെങ്കിലും ഞാൻ 2 സൈഡ് ഇവിടെ എല്ലാം വെച്ച് ബോയും വെച്ചിട്ടുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ആയി. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്തായാലും എനിക്കങ്ങനെ അറിയാമല്ലോ, പുറകിൽ ഈരി കെട്ടാനൊന്നും പറ്റില്ല. ഇവിടെ ഈരിയാൽ തന്നെ ഇത്രയും ഭാഗത്തേ എനിക്ക് ഈരാൻ പറ്റത്തുള്ളൂ, പുറകോട്ട് ഈരാനും പറ്റത്തില്ല. പിന്നെ ഇവരാരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കണം. എപ്പോഴും ഇപ്പം എല്ലാവരോടും മുടി ചെയ്ത് തരാമോ, വീഡിയോ എടുക്കാനോ, മുടി ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യരാണ്, എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ടെന്നൊന്നും വരത്തില്ല.
എന്ന് കരുതി എനിക്ക് ചെയ്ത് തരുന്നില്ല എന്നല്ല കേട്ടോ, നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ കറിക്ക് അറിയുമ്പോഴാണ് കുക്ക് ചെയ്യുമ്പോഴാണ് വീഡിയോ എടുക്കാൻ എനിക്ക് മടിയോ. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞു മുടി കണ്ടു മുടി അങ്ങനെ പറഞ്ഞ് എനിക്കിതായി. പക്ഷേ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഇപ്പം ഞാൻ ഇന്നലത്തേക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ രാവിലെ ഈരി ഇട്ടിട്ട് ബോയ് വെച്ചതേ ഉള്ളൂ. ഇപ്പോഴും അങ്ങോട്ട് മുടി ചീണ്ട വന്നിട്ടില്ല. ഇപ്പോഴും രാവിലെ ഈരിയ ആ ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ ഒരു ചെറിയൊരു കോൺഫിഡൻസാന്ന് പറയാം. അതുപോലെ എനിക്കിപ്പം കുറച്ച് നാളും കൊണ്ട് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ അതിന് എൻ്റെ പല്ലാണ്. ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട രൂപം ഇത് തന്നെയാണ്. ഞാനൊരു ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്. എനിക്ക് തമാശയായിട്ട് തോന്നിയൊരു കാര്യമാണ്, ഭാര്യയ്ക്ക് ഇപ്പോൾ സൗന്ദര്യം പോരാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. സൗന്ദര്യം പോരാൻ തോന്നുന്നുണ്ടോ ചേട്ടാ? എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഈ നിമിഷം വരെ. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഹെയർ ഞാൻ അവളുടെ അടുത്ത്, ഇവള് ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞു, ഇവക്കാണെങ്കിൽ ഇങ്ങനെ കമൻറ്റ് വന്ന സമയത്ത് ഇവൾ ഒരു വട്ടം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണമെന്നുണ്ട്. അതായത് ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഹെയർ സ്ട്രെയിറ്റ്, അപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ചുരുണ്ട മുടിയായിട്ട് ഞാൻ എൻ്റെ മുടി നീളം മുടിയാണ്, ഇത് ഞാൻ ചുരുട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ചുരുണ്ട മുടിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എല്ലാവരുടെയും നെഗറ്റീവ് കമൻറ്റുകളും ഇവിടെ ഇങ്ങനെ കുറ്റം പറയുന്നതും കൂടി കണ്ടപ്പോഴാണ്, നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, അത്യാവശ്യം നല്ല എമൗണ്ടായി ഈ ഹെയർ ചെയ്യാൻ വേണ്ടി. നമ്മുടെ അവസ്ഥ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ എന്നിട്ട് ഞാൻ ആ ഒരു റിസ്ക് എടുത്ത് ഈ ഹെയർ ഇങ്ങനെ ആക്കി എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇനി അവൾ ആരും ഒന്നും പറയരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ മുടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും വരുന്നത് പല്ല. നമ്മൾ ഈ പല്ലിനെ കുറിച്ച് നേരത്തെ ഇങ്ങനെ കമൻറ്റ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കമൻറ്റ് ഇടുന്ന, അതായത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കമൻറ്റ് ഇടുന്ന ആൾക്കാരെല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു വ്യഗ്രത തോന്നുന്നത്. അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോറയ്ക്ക് ആമവാദമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജോയിൻസ് എല്ലാം സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് വേദന കൂടുന്ന സമയത്ത് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. ഈ രണ്ട് സൈഡിലെയും എല്ല് അകലില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ തുറക്കാൻ പറ്റും, പുള്ളിക്കാരിക്ക് വാ തുറക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് വാ തുറക്കാൻ പറ്റില്ല. ഈ രണ്ട് സൈഡിലെ എല്ല് സ്റ്റക്കാണ്. ഒരു പല്ല് വേദന വന്നവർക്ക് ആ പല്ല് എടുക്കാണ്ട് ഇപ്പോഴും അത് അതിനകത്ത് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പല്ലെടുക്കാൻ പറ്റില്ല. പല്ല് ഈ അറ്റത്തെ പല്ല ഇത്ര വാ പൊളിച്ചത് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് അവസാനം ഡോക്ടർ മെഡിസിൻ തന്നു വിട്ടു. എന്തോ ഭാഗ്യത്തിന് ഇത്രയും വർഷമായിട്ടും വേദന വന്നില്ല, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടിയേനെ. അതായത് പറയട്ടെ, കുറേ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് അസുഖം കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പരിചയമില്ല ഇച്ചേനെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇടുക്കിയിൽ കട്ടപ്പന നെടുങ്കണ്ടെന്ന് പറയും, അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ തിരുമെന്നൊരു ചികിത്സ ഉണ്ട്. അങ്ങനെ കണ്ടിട്ട് പോയപ്പം അവിടുത്തെ ഡോക്ടർ ഈ താടിയെല്ലിൻ്റെ കയറി പോയതാണെന്നും പറഞ്ഞിട്ട് താടിയിൽ പിടിച്ചിടാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു 1-2 മാസത്തോളം അവിടെ കിടന്നു, റൂം എടുത്ത് അവിടെ താമസിക്കുമായിരുന്നു. അപ്പോൾ ഈ 2 ജോയിൻറ്റ് പിടിച്ച് വലിച്ച് താഴെ ഇടാന്നൊക്കെ, താഴത്തോട്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുപോലെ കാലിൻ്റെ മുട്ടും മടങ്ങിയിരിക്കുക. അതും നിവർത്താന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ട്രീറ്റ്മെൻറ്റിന് പോയി കിടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു, എനിക്ക് വേദന കൂടി. പക്ഷേ ഈ താടിയെല്ലാം ഇങ്ങനെ ഇറങ്ങിയൊന്നും വന്നില്ല. പിന്നെ ഇപ്പം ഈ അസുഖം അറിയാമല്ലോ, നമ്മുടെ ഏജും അതുപോലെ കാലക്രമേണ നമ്മളിത് കൂടി വരുന്നതനുസരിച്ച് ഇതൊന്നും നേരെ ആകാൻ പോകുന്നില്ല. ഏതൊരു കമൻറ്റ് കണ്ടായിരുന്നു, എന്താ മെഷ്യൻ പോലെ ഉണ്ടല്ലോ കൈയും കാലും എന്നൊക്കെ. ശരിക്കും എന്തോ എനിക്കറിയത്തില്ല, ഇങ്ങനെ ഇല്ല. അവർ കളിയാക്കി കമൻറ്റ് ഇട്ടാണെങ്കിലും അതിലൊരു സത്യാവസ്ഥ ഉണ്ട്. ഞാനത് പറയാം. കൈയും കാലും സത്യം പറയാൻ മിഷ്യൻ പോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൈയും കാലും എല്ലാം അവർക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിക്കാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ പറ്റും, ഏത് വസ്തുവിനെ എടുക്കാനും പറ്റും, ഇല്ലേ ഒരു മനുഷ്യന്. പക്ഷെ ഒരു മിഷ്യൻ്റെ കാര്യം എങ്ങനെയാണ്? അവർക്ക് വസ്തുക്കൾ എടുക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തിരിയാൻ പറ്റില്ല. ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു മാറാൻ പറ്റില്ല. നമുക്ക് തിരിഞ്ഞു മാറാം. ഡോറയുടെ ബോഡി പാർട്സുകളൊന്നും നമ്മുടെ ബോഡി പാർട്സ് വർക്ക് ചെയ്യുന്നവർക്ക് വഴങ്ങി വരത്തില്ല. അപ്പം നിങ്ങൾ കളിയാക്കിയാണ് ഇട്ടെങ്കിലും സത്യത്തിൽ ഡോറ ഒരു മിഷ്യൻ പോലെ തന്നെയാണ്. നമുക്കതിലൊന്നും ഒരു സങ്കടം തോന്നില്ല കേട്ടോ. വീണാൽ തന്നെ എനിക്ക് ചാടി എഴുന്നേക്കാനും പറ്റും. വീണാൽ തന്നെ സ്ട്രെയിറ്റ് ഏതെങ്കിലും നമ്മുടെ കുട്ടികളുടെ കളിപ്പാട്ടം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ സോൾജറിനെ പോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ, ഇങ്ങനെ നടക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കളിപ്പാട്ടമൊക്കെ വീഴുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരേ രീതിയിലായിരിക്കും വീഴും. നമ്മൾ പക്ഷെ വീഴുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വീഴുന്നത്? മുട്ടുകുത്തി വീഴും, അല്ലെങ്കിൽ കൈ കുത്തി വീഴും, സൈഡിലോട്ട് മറിഞ്ഞ് വീഴും. നമ്മൾ വീഴുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഒരു കളിപ്പാട്ടം വീഴുന്നത് അത് നിൽക്കുന്ന നിലയിൽ നിന്നും സ്ട്രെയിറ്റാണ് വീഴുന്നത്. സെയിം സിറ്റുവേഷനാണ് ഡോറയ്ക്കും. സ്ട്രെയിറ്റ് നിൽക്കുന്ന നിലയിൽ നിന്ന് വീഴുവാണെങ്കിൽ ഒറ്റ വീഴ്ച സ്ട്രെയിറ്റ് ആയിരിക്കും. അങ്ങോട്ട് മടങ്ങും, ഇങ്ങോട്ട് മടങ്ങും, അങ്ങോട്ട് ശരിയാ ഇങ്ങോട്ട് ശരിയാ, ഒന്നും പറ്റില്ല. അതുപോലെ അതിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും വേറൊരാളുടെ ഹെൽപ്പ് എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ
ഒരാൾ കയ്യെ പിടിച്ച് വലിച്ചെന്ന് ഓർത്തോണ്ട് കയ്യും കാലും നമ്മൾ ഈ പുറത്ത് പിടിച്ച് പൊക്കിയെടുക്കണം. ഇങ്ങനെ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഈ ഒരാൾ വന്ന് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിവർന്ന് നിന്ന് എഴുന്നേക്കാൻ പറ്റും. ഡോറയ്ക്ക് നട്ടൽ അങ്ങനെ ആവത്തില്ല. അവളിപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു സ്റ്റൂളിൽ ഇരിക്കുമെന്നുള്ളതല്ലാതെ വേറൊരു രീതിയിലൊന്നും അവൾക്ക് ഇരിക്കാൻ പറ്റില്ല. സ്റ്റൂളിൽ തന്നെ ഈ സ്റ്റൂളിൽ കുഴപ്പമില്ല, പക്ഷെ ഇച്ചിരി ഇങ്ങനെ കുഴിവുള്ള സ്റ്റൂളുകളുണ്ടല്ലോ, അതുപോലെ താന്ന കസേര സ്റ്റൂളുകള്, നമ്മുടെ എന്താ പറയുന്നത് കറക്കി കരിയാൻ വേണ്ടി നമ്മൾ കൊച്ചു സ്റ്റൂൾ ഇട്ടൊക്കെ ഇരിക്കത്തില്ലേ, അതിലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കടയിലൊക്കെ ചെല്ലുമ്പം നമ്മൾ ചെരുപ്പ് കടയിലൊക്കെ ചെല്ലുമ്പോൾ ചെരുപ്പ് ഇട്ട് നോക്കാനൊക്കെ ആയിട്ട് സ്റ്റൂള് കാണും. അപ്പം ആദ്യമൊക്കെ ഞാൻ കയറി കടയിലൊക്കെ പറയുമായിരുന്നു നമ്മൾ ചേട്ടാ ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ അവർക്ക് പരിചയമായി. ഞാൻ ചെല്ലുമ്പോൾ അവർ പൊക്കമുള്ള സ്റ്റൂൾ എടുത്തുകൊണ്ട് തരും. അങ്ങനെ അതിനെ ഇരിക്കുന്നത്. അപ്പോൾ കടകളിലൊക്കെ ചെന്നാലും കുറേ വർഷങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ കടകളിലൊക്കെ കയറുമ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം. അതുപോലെ എനിക്ക് താന്ന സ്റ്റൂൾ, അതുപോലെ സ്റ്റെപ്പിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ നിലത്തിരിക്കാനോ കിടത്തിയേ കിടക്കും, എഴുന്നേപ്പിച്ചേക്കും, അല്ല സ്വയമായിട്ട് കിടക്കാനോ ഇതൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ എല്ലാ അവയവങ്ങൾക്കും പിന്നെ കഴുത്ത് ഇതിൽ കൂടുതൽ വഴങ്ങത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൈ കുറച്ച് നാളുകൾ കൈ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയിട്ട്, അതിനു മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൈ സ്റ്റക്ക് ആയിരിക്കുന്ന വീഡിയോ ഒക്കെ. ഇപ്പോഴും ഷോൾഡർ പെയിൻ ആയിട്ട് ഇപ്പം മുട്ടിനേക്കാളും വേദന ഷോൾഡറിനാണ്. കണ്ട് ഇപ്പോൾ വൈകുന്നേരമായി വേദന തുടങ്ങിയിട്ടുണ്ട്, ഇതിൽ കൂടുതൽ പൊക്കാൻ പറ്റത്തില്ല. അങ്ങനെ അപ്പോൾ നിങ്ങൾ കളിയാക്കിയിട്ട് സത്യം പറയാൻ സത്യമാണ്, ഒരു മിഷനെ പോലെ തന്നെയാണ് ഡോറ പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ താടിയലിൻ്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ചിലർ പറഞ്ഞു സർജറി ചെയ്ത് കഴിഞ്ഞാൽ നീട്ടാൻ പറ്റുമെന്ന്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡോറയ്ക്ക് ഇപ്പം ഭയങ്കര വേദനയാണ്. ഈ ആമവാദം കൂടിക്കുക, ഞാൻ പറഞ്ഞില്ല ESR 98 ഉണ്ട്. പിന്നെ ബ്ലഡ് കുറവാണ്, അതുപോലെ തന്നെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ട്, മാംസം ഇല്ല, ഫുള്ള് എല്ലാണ്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഫുഡ് കഴിച്ച് വെയിറ്റ് കൂട്ടണം. 26 കിലോയേ ഉള്ളൂ മൊത്തത്തിലുള്ള പുള്ളിക്കാരിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഡോറയുടെ ആരോഗ്യമാണ്. താടിയിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരുപാട് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരുപാട് തരത്തിലുള്ള സർജറികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നടക്കുമായിരിക്കും, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുമില്ല. അതുപോലെ തന്നെ ഡോറയ്ക്ക് ആ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോകാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല ഡോറയുടെ ബോഡി ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ അങ്ങനെയല്ല. പിന്നെ ഈ പല്ലേ കമ്പിയിടുന്ന കാര്യം, വാ പൊളിച്ചാൽ മാത്രമേ നമുക്ക് അകത്തോട്ട് കമ്പിയേറ്റ് ഇടാൻ പറ്റൂ. അതുപോലെ തന്നെ കമ്പി ഇടുന്ന സമയത്ത് പല്ലെടുക്കുന്നതിൻ്റെ അല്ല, പല്ലേ കമ്പി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല്ലേ കമ്പി ഇട്ടുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും സഹിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഡോറയ്ക്ക് പെയിനാണ്, ഭയങ്കര പെയിനാണ്. നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഡോറ ഈ രീതിയിലെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു മെഡിസിൻസ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലും നടക്കത്തില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി പെയിൻ കില്ലറും കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. പിന്നെ അതിനകത്തോട്ടൊന്നും ഞങ്ങൾക്ക് പറഞ്ഞ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഞങ്ങൾക്കിപ്പം ഓക്കെ, ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു ബോധമുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഡോറയുടെ കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുക. അവൾ സത്യം പറഞ്ഞാൽ ഇതിന് മുമ്പ്, അവളെന്നല്ല ഞാനും ഇതിനു മുമ്പ് പലതും കേൾക്കാത്ത കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം കേട്ടു. പക്ഷേ എങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനാണെങ്കിൽ ഡോറയുടെ ആരോഗ്യമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പല്ലിൻ്റെ കാര്യം പറയുന്നത്, നമുക്കിപ്പം ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല, രണ്ടാമത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. ഇതിന് എത്ര വലിയ ഇതാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനുള്ള പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യലി അത്രയും ഇതല്ല. രണ്ടാമത് ഡോറയുടെ ബോഡിയുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അത് ചെയ്യാനും പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റിലുള്ള ഇത്. നമ്മുടെ ഈ താടിയുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചുണ്ട് ഇങ്ങനെ ഒരുമാതിരി അത് വേറെന്തോ പറഞ്ഞത് അല്ല, തൊണ്ടും ചെറിയും ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇതുപോലെ ഇപ്പം പല്ലേലും കമ്പിട്ട് താടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ചുണ്ട് ഇങ്ങനെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കാൻ പറയും, ഫോട്ടോ സൈഡിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കില്ല, എൻ്റെ ഫോട്ടോ കൊള്ളത്തില്ല ഫ്രണ്ടിൽ നിന്ന് എടുക്കാവുള്ളതെന്ന് പറയും. ഇല്ല, ഞാൻ പറയട്ടെ, നമുക്ക് ദൈവം തന്നൊരു ഭംഗിയുണ്ട്, ദൈവം തന്നൊരു രൂപമുണ്ട്. നമ്മൾ കുറച്ച് പൊടിക്കൈകൾ ഉപയോഗിച്ച് അതിനെ ഒന്നും കൂടെ മറ്റുള്ളവർ മുമ്പിൽ കാണുന്ന സമയത്ത് ഇത്തിരി കൂടെ നല്ല ഫ്രഷായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും സത്യം പറഞ്ഞാൽ മാറ്റേണ്ട ഒരു കാര്യമില്ല. ഇതൊന്നും ഇപ്പോൾ ഈ താടിയിലൊന്നും സർജറി ചെയ്തിട്ട് ഇപ്പോൾ ഡോറയ്ക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, താടി ഇച്ചിരി നീട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഡോറയ്ക്ക്
ഇത്തിരി സൗന്ദര്യം കൂടുമായിരിക്കും. താടി വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഷേപ്പ് മാറി വേറൊരു ഫേസ് കട്ടിലോട്ട് വരും. ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നുമായിരിക്കും ഡോറയ്ക്ക് താടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദനകളും ബുദ്ധിമുട്ടുകളും എന്തുമാത്രം സഹിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ പല്ലെടുക്കാൻ ഒരു വേദന വന്നവർക്കായി എടുത്തു കളയേണ്ട പല്ല് എടുത്തു കളയാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് ഡോറയ്ക്ക്. അപ്പോൾ ആ സമയത്ത് ഒരു പല്ലെ കമ്പിയിടാൻ പോകുമ്പം എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ പിന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോവുക, നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് മുന്നോട്ട്. ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. ഈ ഒരു ഷെഡിനകത്താണ് പലരും പറയും വൃത്തിയില്ലാത്ത വീട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കാറുണ്ട്. പക്ഷെ നമ്മൾ താമസിക്കുന്ന ഒരു ഷെഡിനകത്താണ്. നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. പല സാധനങ്ങളും ഞങ്ങളുടെ വീട് ഇടിഞ്ഞു വീണ സമയത്ത് മൊത്തം സാധനം പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പറ്റുന്ന സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്ന് ഞങ്ങളുടെ നില എന്തെന്നറിഞ്ഞ് ഞങ്ങളുടെ സാഹചര്യം എന്തെന്നറിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതങ്ങനെ നമുക്കിപ്പം പോകാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് ഈ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നവണൊക്കെ മറ്റുള്ളവർ പറയുന്നവണൊക്കെ എല്ലാം ഒന്നും നമുക്ക് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ഒന്നും ജീവിക്കാൻ പറ്റില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ഇപ്പം വലുതായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് തന്നെ ഒന്നും മൈൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കമൻറ്റേ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്, ഫേസ്ബുക്കിലും ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും. അപ്പം ഇപ്പം ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നേരത്തെ ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നു. ഇപ്പം ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കാറില്ല. അപ്പോൾ അത് തന്നെ പറയുന്നുണ്ട് ജാടയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ മെസ്സേജുകൾ വരുന്നത്. സത്യം പറഞ്ഞാൽ ജാട ആയതുകൊണ്ടല്ല, ഞാൻ ഇതുപോലെ ഒരാൾക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുത്തൊരു നല്ല ഫ്രണ്ട്ഷിപ്പായി വന്നിട്ട് ആ ഒരു വ്യക്തി ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അയാളാണെങ്കിൽ അയാൾക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ട് അയാൾ ഉപയോഗിച്ചത്. സത്യം പറഞ്ഞാൽ തെളിവുകൾ എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ നല്ലൊരു കേസിൽ കുടുങ്ങിപ്പോയേനെ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം എനിക്ക് പേടിയാണ് മറ്റുള്ളവർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് പറയും മെസ്സേജിനൊന്നും ഇനി റിപ്ലൈ കൊടുക്കണ്ട. കാരണം എല്ലാവർക്കും അത് പേടിയായിപ്പോയി. എല്ലാവർക്കും പേടിയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ എല്ലാവരും പേടിച്ച് പറയുന്ന ഡോറ പോലും. എനിക്കൊരു മെസ്സേജ് വരുമ്പോൾ ആരാ മെസ്സേജ് അയച്ചത്, എന്ത് മെസ്സേജ്, റിപ്ലൈ കൊടുക്കണ്ട കേട്ടോ ഇങ്ങനെ പറയും. സത്യം പറഞ്ഞത് നമുക്കൊരു ചെറിയ പേടി തട്ടി. എനിക്ക് നല്ല പേടി തട്ടി കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ആര് മെസ്സേജ് അയച്ചാലും സത്യം പറഞ്ഞാൽ ഇപ്പം മൈൻഡ് ചെയ്യത്തില്ല, നോക്കത്തില്ല. അതുപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യാൻ നോക്കാറില്ല. ഈ ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആരും അങ്ങനെ ജാടയാണെന്നൊന്നും പറയണം. പിന്നെ കമൻസിൽ മാക്സിമം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ മാക്സിമം പലർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റിലുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. തൽക്കാലം ഞങ്ങൾ പല്ലേ കമ്പിയിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു പ്രൊസീജിയറിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡോറ അനുഭവിക്കുന്ന വേദന ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥകളും നമ്മുടെ വേദനകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ വിഷമങ്ങളും അത് നമുക്ക് മാത്രമേ മനസ്സിലാവൂ. നമ്മൾ എത്ര പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ചോദിക്കുക എന്തിനാ പിന്നെ നീ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പറയുകയാണ്. എന്തായാലും ഇതിട്ടാൽ ഈ വീഡിയോ ഇട്ടാൽ ഇനിയും വേരും കമൻറ്റ്സ് ഇല്ല എന്നല്ല, പക്ഷെ എന്തായാലും നമ്മുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഡോറ ആ പല്ലയിലൊന്ന് കമ്പിയിട്ടൂടെ, പല്ലയെ കമ്പിയിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാവും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതല്ലാണ്ട് വേറെ ഇത് കമൻറ്റ് റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഈ നില ഇങ്ങനെയാണ്, ഇതാണ് ഡോറയുടെ അവസ്ഥ എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വരുന്നവരായിരിക്കും. ബൈ.